Dear students, welcome to another English class. Now we are going to study a new unit of your textbook, Unit 2, Still We Rise. What is mean by Still We Rise? ഞങ്ങൾ ഇപ്പോഴും ഉണർന്നിരിക്കുന്നു. അതാണ് സ്റ്റിൽ വി റൈസ് എന്ന് പറയുന്നത്. ആരാണ് ഞങ്ങൾ? ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അതൊക്കെ നമുക്ക് യൂണിറ്റിലൂടെ നോക്കാം. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ശരിക്കും ആരെക്കുറിച്ചായിരിക്കാം? വിമൺ എംപവർമെൻ്റ് ആണെന്ന്. വിമൺ എംപവർമെൻ്റ്, അതായത് സ്ത്രീകളെക്കുറിച്ച്, ഫ്രീഡം കിട്ടാത്തവരെക്കുറിച്ച്. ഒരുപാട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇന്ന് ലോകത്ത് നടക്കുന്നത്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നാൽ വിവേചനങ്ങൾ. കാരണം എല്ലാവർക്കും എല്ലാ ഭാഗത്തേക്കും പോകാൻ പാടില്ല. സപ്പോസ് യു ആർ വാട്ട് യു സീ ഇൻ ദിസ് പിക്ചർ? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സീനറി കണ്ടോ? ഒരു നെസ്റ്റ് ഉണ്ട്, ബേർഡ് നെസ്റ്റ് അല്ലേ? ഈ പക്ഷിക്കൂട് തുറന്നു വിട്ട് പക്ഷി എന്ത് ചെയ്യാണ്? പറന്നു പോകണം. ആ തത്ത സുഖമായിട്ട് അതിൻ്റെ ഫ്രീഡത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ്. അതുപോലെ തന്നെ എവരി പീപ്പിൾ ഇൻ ദിസ് എർത്ത്, ഈ ലോകത്തുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളും, എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു സംഭവമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, അതുപോലെ തന്നെ കൺസിഡറേഷൻ. എന്താ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? പരിഗണന. ഈ പരിഗണനയും ഫ്രീഡവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തായി? സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നൗ വാട്ട് ആർ ദ ചാപ്റ്റേഴ്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് യൂണിറ്റ്? ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ പിക്ചറൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? സ്റ്റിൽ വി റൈസ്, ഞങ്ങളിപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. അപ്പോൾ നോക്കുക, ഇൻ ദിസ് യൂണിറ്റ് we have to study 3 works, that is the one chapter Cinderella, a beautiful and interesting fairy tale. Cinderella കേൾക്കാത്തവരുണ്ടാവില്ല. അതുപോലെ തന്നെ one child, one teacher, one pen and one book. ഇതെന്താണ്? മലാല യൂസഫ്സായിയുടെ ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞ മലാല യൂസഫ്സായിയുടെ ഒരു സ്പീച്ച്. ദെൻ എ പോയം, വുമൺ വർക്ക്. അങ്ങനെ 3 വർക്ക്സാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ let us study a newspaper report. Look at the newspaper report given below. ഈ താഴെ തന്നിരിക്കുന്ന ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒന്ന് നോക്കിയേ. ഇത് എക്സ്പ്രസ് ന്യൂസിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കാണുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് വായിക്കുന്നത് ശ്രദ്ധിക്കേട്ടോ. 10-year-old girl dies of fortune torture by stepmother. Lucknow. A 10-year-old girl surrendered to death at the Medical College Hospital here on Thursday on being tortured by her stepmother. According to the police, the deceased is Salakha, daughter of Aravind, Indiranagar, Lucknow. Salakha was a student of class 6. Government High School of Indiranagar. She was admitted with serious injuries to hospital in the city around 6 p.m. on Thursday. The doctor who found the parents' explanation unsatisfactory informed the police. Later, she was shifted to the Medical College Hospital where she died around 11 p.m. Preliminary medical reports confirmed that the girl had undergone extreme physical torture which resulted in her death. There were several marks on her body. Local residents said that they had informed childline activists about the incident. What about this newspaper? What is the news report about? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഹെഡ്ലൈൻ ഓഫ് ന്യൂസ് റിപ്പോർട്ട്? അതിനേക്കാൾ ഉപരി ഹൗ ടു പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വേണ്ടത് ഹെഡിങ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡിങ്, 10-year-old girl dies of torture by step mother. 10 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി മരിക്കുന്നു. എങ്ങനെയാണ് മരിക്കുന്നത്? ടോർച്ചറിങ് ആണ്. ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ പീഡനം. ആരുടെ പീഡനമാണ്? സ്റ്റെപ്പ് മദർ. സ്റ്റെപ്പ് മദർ എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മ. എന്നാൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് മദറുടെ പീഡനം മൂലമാണ്
10 വയസ്സുള്ള പെൺകുട്ടി മരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുത്തു. അപ്പോൾ ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടത് ഇനി എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, എവിടെയാണിത് സംഭവിച്ചിരിക്കുന്നത്, ലക്നൗവിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേസുമായി അല്ലേ. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് തുടങ്ങേണ്ടത് എന്താണോ ഹെഡിങ്, ആ ഹെഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സെൻറ്റൻസ് തുടങ്ങുക. അപ്പോൾ നമുക്കറിയാം 10 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് സ്റ്റെപ്പും, അതായത് രണ്ടാനമ്മയുടെ പീഡനം മൂലം മരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കുക എ 10-year-old girl surrendered to death at the medical college hospital here on Thursday. എന്നാണ്, എപ്പോഴാണ്, ഇതൊക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ഉൾക്കൊള്ളുന്ന സംഭവം. വാട്ട്, എന്താണ് സംഭവിച്ചത്, അതിവിടെ കൊടുത്തിരിക്കുന്നു. എ 10-year-old girl surrendered to death, അതായത് മരണത്തിന് കീഴടങ്ങി. 10 വയസ്സുള്ള പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. ഇതിൻ്റെ ആൻസർ ആയല്ലോ. ഇനി അടുത്തത് വേണ്ടത് എവിടെ വെച്ച്. അപ്പോൾ ഇത് വേർ എന്നുള്ളതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അറ്റ് ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഹിയർ ഓൺ. ഇനി അടുത്തത് വെൻ ആണ്, എപ്പോഴാണ് സംഭവിച്ചത്, എന്താണ്, ഓൺ Thursday. അപ്പോൾ ഈ വ്യാഴാഴ്ച തന്നെയാണ് സംഭവിച്ചത്. ഇനി വൈ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ്, ബീയിങ് ടോർച്ചേർഡ് ബൈ ഹർ സ്റ്റെപ്പ് മദർ. അപ്പോൾ ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. വാട്ട്, വെന്ന്, വേറ്, വൈ ആൻഡ് ഹൗ. 5 ഇതിൻ്റെ മീനിങ് ഒക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചത്, അവരുടെ സ്റ്റെപ്പ് മദർ കാരണമാണ് സംഭവിച്ചത് എന്നുള്ളത് അത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം, എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കേണ്ട സംഭവം അക്കോർഡിംഗ് ടു ദി പോലീസ്. അപ്പം ഇനി അതിലൊരു റിസർച്ച് വേണം, ആരാണിത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. പോലീസിൻ്റെ അഭിപ്രായത്തിൽ ദ ഡിസീസ്ഡ് ഇൻ സെലക്ക ഡോക്ടർ ഓഫ് അരവിന്ദ്, ആരാണ് അസുഖം ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ള ഈ കുട്ടി എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് അരവിന്ദ്, അരവിന്ദിൻ്റെ മകളാണ്. അതായത് ഇന്ദിരാനഗർ ലക്നൗവിലാണ് അവർ താമസിക്കുന്നത്. സലഖ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 6. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടെയാണ്, ഗവൺമെൻറ് ഹൈസ്കൂൾ അറ്റ് ഇന്ദിരാനഗർ അല്ലേ. ഇന്ദിരാനഗറിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ദെൻ ഷി വാസ് അഡ്മിറ്റഡ് വിത്ത് സീരിയസ് ഇഞ്ചുറീസ്. അവരെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടോ, ഷി വാസ് അഡ്മിറ്റഡ്, അവർ അഡ്മിറ്റ് ചെയ്തു വിത്ത് സീരിയസ് ഇഞ്ചുറീസ് എന്നാലും കൂടുതൽ മുറിവുകളോട്, ഗൗരവമായിട്ടുള്ള മുറിവുകളോട് കൂടി എ ഹോസ്പിറ്റൽ ഇൻ ദ സിറ്റി അറൗണ്ട് 6 PM ഓൺ Thursday. ഏകദേശം ഒരു 6 മണി, വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് അവരെ ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. ദ ഡോക്ടേഴ്സ് ഹു ഫൗണ്ട് പാരൻസ് എക്സ്പ്ലനേഷൻ അൺസാറ്റിസ്ഫാക്ടറി. അപ്പോൾ ഇങ്ങനെ ഒരു മുറിവൊക്കെ പറ്റി, സീരിയസ് ആയിട്ടുള്ള മുറിവൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് ചോദിക്കും എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അല്ലേ. ആരെടുത്താണ് ചോദിക്കുക, പാരൻസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. പാരൻസിൻ്റെ എക്സ്പ്ലനേഷൻ അൺസാറ്റിസ്ഫാക്ടറി ആയിരുന്നു. എന്താ അൺസാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞാൽ സംതൃപ്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ ഇൻഫോംഡ് ദി പോലീസ്, അവരെന്ത് ചെയ്തു, പോലീസിനെ വിവരമറിയിച്ചു. ലേറ്റർ ഷി വാസ് ഷിഫ്റ്റഡ് ടു ദി മെഡിക്കൽ കോളേജ്. അങ്ങനെ പിന്നീട് അവളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിപ്പെട്ടു. ഹോസ്പിറ്റൽ വേർ ഷി ഡൈഡ് അറൗണ്ട് 11 PM. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതോടു കൂടി തന്നെ 11 മണിയായപ്പോഴേക്കിനും അവൾ മരിച്ചു. പ്രിലിമിനറി മെഡിക്കൽ റിപ്പോർട്ട് കൺഫേംഡ്. അങ്ങനെ പ്രാഥമിക മെഡിക്കൽ പരിശോധന ഉറപ്പ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ദ ഗേൾ ഹാഡ് അണ്ടർഗോൺ എക്സ്ട്രീം ഫിസിക്കൽ ടോർച്ചർ. മനസ്സിലായി തീർച്ചയായിട്ടും ഈ പെൺകുട്ടി മാരകമായിട്ടുള്ള ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതും വിച്ച് റിസൾട്ടഡ് ഇൻ ഹെർ ഡെത്ത്, അതാണ് അവളുടെ മരണകാരണമെന്നും മനസ്സിലായി. മരണകാരണം മനസ്സിലായല്ലോ. ദർ വാസ് സെവറൽ മാർക്സ് ഓൺ ഹെർ ബോഡി, കാരണം ഒരുപാട് മുറിവിൻ്റെ അടയാളം അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ലോക്കൽ റെസിഡൻസ് സെഡ് ദാറ്റ് ദേ ഹാഡ് എ ഇൻഫോംഡ് ചൈൽഡ് ലൈൻ ആക്ടിവിസ്റ്റ് അബൌട്ട് ദി ഇൻസിഡൻറ്റ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ നിവാസികൾ, അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അവിടെ താമസിക്കുന്നവർ, സമീപവാസികൾ എന്താ പറയുന്നത്, അവർ ചൈൽഡ് ലൈൻ ആക്ടിവിസ്റ്റ് അറിയാലോ, കുട്ടികൾക്ക് എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് ഇൻഫോം ചെയ്യേണ്ട, അവർക്ക് സുരക്ഷ നൽകേണ്ട ഒരു കേന്ദ്രം, അതാണ് ചൈൽഡ് ലൈൻ. അതായത് ചൈൽഡ് ലൈനിലേക്ക് വിളിക്കേണ്ട നമ്പറൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്കറിയാലോ, 1098 അല്ലേ. എന്തെങ്കിലും പീഡനങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നിങ്ങൾ തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും അനുഭവിക്കാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് അവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, നൗ യു ക്യാൻ ഗെറ്റ് സം പോയിൻറ്റ്സ് അബൌട്ട് ദി ന്യൂസ് പേപ്പർ അല്ലേ. ന്യൂസ് പേപ്പറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എങ്ങനെ ന്യൂസ് പേപ്പർ എഴുതേണ്ടതെന്നൊക്കെ മനസ്സിലായി. ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്.
ഈ ന്യൂസ് റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്കറിയാം, അതിൻ്റെ ഹെഡിങ് എന്നതാണ് 10-year-old girl dies of ടോർച്ചർ ബൈ സ്റ്റെപ്പ് മദർ. അതാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ഇതിൽ തന്നിട്ടുണ്ട്. ദ ന്യൂസ് റിപ്പോർട്ട് ഈസ് എബൌട്ട് ദ ഡെത്ത് ഓഫ് എ 10-year-old ഗേൾ. എവിടെ വെച്ചാണ് മരിച്ചത്? അറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഏതാ സ്ഥലം? ലക്നൗ. എങ്ങനെയാണ് മരിച്ചത്? ഡ്യൂ ടു ഫിസിക്കൽ ടോർച്ചർ ബൈ ഹർ സ്റ്റെപ്പ് മദർ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നിട്ടുണ്ട്. കാരണം അവളുടെ അമ്മയുടെ സ്റ്റെപ്പ് മദറാണ് കേട്ടോ, അതായത് വളർത്തമ്മയുടെ പീഡനം മൂലമാണ് സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗേൾസ് ഡെത്ത്? അതിനകത്തുള്ള ആൻസർ തന്നെ ഇതിനകത്തുള്ളത് എന്താണ്? മരണകാരണം എന്താണ്? ദ ഗേൾസ് ഡെത്ത് ഈസ് ബിക്കോസ് ഓഫ് സീരിയസ് ഇഞ്ചുറീസ്, അല്ലേ? മാരകമായിട്ടുള്ള മുറിവുകളാണ്. ഹെർ ബോഡി ഷീ ഹാഡ് അണ്ടർഗോൺ എക്സ്ട്രീം ഫിസിക്കൽ ടോർച്ചർ ബൈ ഹെർ സ്റ്റെപ്പ് മദർ. കറക്റ്റായിട്ടുള്ള ആൻസർ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള പീഡനം മൂലമാണ് അവർ മരിക്കാൻ കാരണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ഡു ഇഫ് സച്ച് എ തിങ് ഹാപ്പൻഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ഏരിയയിലാണ് ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് സച്ച് എ തിങ്സ് ഹാപ്പൻ ടു മൈ ലൊക്കാലിറ്റി ഐ വുഡ് ഹാവ് കോണ്ടാക്റ്റഡ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിക്കണം, അതല്ലെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യണം. ഇനി അതിനും നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദ കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഓഫ് മൈ ലൊക്കാലിറ്റി, അവിടെയുള്ള ആരെങ്കിലും ഒരാൾ വിവരം അറിയിച്ച് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നെന്ന് അറിയിക്കുക, ആ കുട്ടികളെ രക്ഷപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. ചൈൽഡ് ലൈൻ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പോലീസിൻ്റെ നമ്പറും അറിയാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു കം എക്രോസ് സച്ച് എ ഇൻസിഡൻറ്റ് ഇൻ യുവർ ലൈഫ്? ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അത് കേട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? നോ എന്ന് എഴുതി കൊടുക്കാം. അതല്ല നിങ്ങൾ വല്ല ന്യൂസും ഇതുപോലത്തെ വായിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ സമീപത്ത് ഇതുപോലത്തെ സ്റ്റെപ്പ് മദറാണ് ഇവിടെ തന്നത്, സ്വന്തം പാരൻസിൻ്റെ അടുത്ത് നിന്ന് വരെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വരെ ഇതുപോലെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അമ്മ കുട്ടികളെ കൊല്ലുന്നത്, പിന്നെ വാട്ടർ ടാങ്കിലിട്ട് കൊല്ലുക, അതുപോലെ തന്നെ സ്നാപ്പ് ടാങ്കിലിട്ട് കൊല്ലുക, സെപ്റ്റിക് ടാങ്കിലിട്ട് കൊല്ലുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കിണറ്റിലിടുക, അങ്ങനത്തെ ഒരുപാട് പിന്നെ ബാഡ് ന്യൂസ് നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് ന്യൂസ് റിപ്പോർട്ടൊക്കെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്നു എങ്കിൽ നിങ്ങളത് എഴുതി വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, വേറൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതേതാണെന്ന് വെച്ചാൽ നോക്കാം. ഏതാണ് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? നോക്കട്ടോ. ദർ വാസ് സംവാട്ട് എ സിമിലർ ഇൻസിഡൻറ്റ്. ഇതുപോലെ തന്നെ ഏകദേശം ഒരു സിമിലർ ഇൻസിഡൻറ്റ് ആയിട്ടുണ്ട്. ഹാപ്പൻഡ് ഇൻ മൈ ലൊക്കാലിറ്റി, നമ്മുടെ നാട്ടിൽ തന്നെ. അതും എ 6-year-old ബോയ് വാസ് അഡ്മിറ്റഡ് ടു എ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ബിക്കോസ് ഓഫ് സെവിയർ ഇഞ്ചുറീസ് ബൈ ദി ടോർച്ചർ ഓഫ് ഹിസ് ഓൺ മദർ. ഇത് സ്വന്തം അമ്മയുടെ പീഡനം മൂലമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് വാസ് എ യൂഷ്വൽ അറ്റംപ്റ്റ് ടു ടോർച്ചർ ബോയ് ഫോർ ഹർ ഫ്രീഡം. അപ്പോൾ അവളുടെ ആ അമ്മയ്ക്ക് ഒരു സ്വതന്ത്രമായിട്ട് നടക്കണം, ഫ്രീഡം കൊണ്ട് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ദ കേസ് ആൻഡ് വാസ് സെഡ് ദാറ്റ് ഹി ഹാഡ് അഫെയർ വിത്ത് എൻ ഓട്ടോ ഡ്രൈവർ ആൻഡ് ദ ബോയ് ഹാഡ് നോൺ ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ അമ്മയുടെ ഒരു ബാഡ് റിലേഷൻഷിപ്പ് പിന്നെ ഈ മകൻ അറിയാൻ കാരണമായി. അത് പുറത്തറിയുമെന്നുള്ള ഒരു പേടി കാരണമാണ് മകനെ എന്ത് ചെയ്തത്? അമ്മ കൊല്ലുന്നത്. ഫോർ പ്രിവെൻറ്റിങ് ഹിം ഫ്രം റിവീലിംഗ് ദി secret she tortured him. She was arrested and remanded. The boy was then taken to the child care center. അങ്ങനെ ആ കുട്ടിയെ ചൈൽഡ് കെയർ സെൻറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ കൊന്നിട്ടില്ല കുട്ടിയെ, പക്ഷെ എന്ത് ചെയ്യുക, കുട്ടിയെ പീഡിപ്പിച്ച വാർത്തയാണുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ന്യൂസുകൾ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിലടിച്ചു കൊടുത്താൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഡെയിലി നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ന്യൂസ്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ലിസൺ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫെയറി ടെയിൽ. സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നതാവും, സിൻഡ്രല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സിൻഡ്രല്ല എന്നുള്ളത്. ഈ സിൻഡ്രല്ല എന്നുള്ള സ്റ്റോറി കേൾക്കാത്തവരുണ്ടാവില്ല, കാണാത്തവരുണ്ടാവില്ല. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിൻഡ്രല്ല എന്നുള്ളതിൻ്റെ ഫെയറി ടെയിൽ കിട്ടും. അപ്പോൾ in this unit the first text is popular and fairy tale named Cinderella. One of the most popular version of Cinderella was written in French by Charles Perrault in 1967. 1967 ഒരു ഫ്രഞ്ച് റൈറ്റർ, അതായത് ഫ്രാൻസിലുള്ള ഒരു ഫ്രഞ്ച് റൈറ്ററായ ചാൾസ് പെറൂട്ടാണ് ഈ സിൻഡ്രല്ല എന്നുള്ള ഫെയറി ടെയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്, പല ഭാഗങ്ങളുണ്ട്, ഫിലിമൊക്കെ ആയിട്ടുണ്ട് സിൻഡ്രല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്.
ഹൂ ഡസ് ഓൾ ദ വർക്ക് അറ്റ് ഹോം? നിങ്ങളോട് ചോദിക്കുകയാണ്, വീട്ടിലുള്ള ജോലികളൊക്കെ ആരാണ് ചെയ്യുന്നത്? ആരാ അതിൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത്? വീട്ടിലുള്ള ജോലികളൊക്കെ ആരാ ചെയ്യുന്നത്? മദറാണ്. അപ്പോൾ ഇങ്ങനെ ആൻസർ തന്നെ അപ്പം തന്നെ എഴുതി കൊടുക്കുക കേട്ടോ. മദർ ആണെങ്കിൽ മദർ, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ, ചിലർ വീട്ടിൽ സെർവൻ്റ് ആവും ചെയ്യുന്നുണ്ടാവുക, അത് കൊടുക്കുക. ഇനി വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു? നിങ്ങൾ എന്ത് ടൈപ്പ് ജോലിയാണ് ചെയ്യാറുള്ളത്? എന്തെങ്കിലും ജോലി ചെയ്യാറുണ്ടോ? ചിലപ്പം കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ടാവാം, ചിലപ്പം വാഷ് ചെയ്യാറുണ്ടാവും. അങ്ങനെ ചെറിയ സ്മോൾ ജോബ്സ് അല്ലെങ്കിൽ ലിറ്റിൽ ജോബ്സ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലേ? പിന്നെ ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക് അലോൺ, ഹൗ വിൽ ഇറ്റ് ബി? ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ആ വീട്ടിലുള്ള കംപ്ലീറ്റ് ജോലി നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? നിങ്ങൾ ദുഃഖിക്കുമോ? നിങ്ങൾ ടയേർഡാവോ? എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? നന്നായിട്ട് ക്ഷീണിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ദുഃഖിക്കും. കാരണം നമുക്ക് ആകെ നിസ്സഹായാവസ്ഥ വരും അല്ലേ? ഓർ ട്രൈ ടു തിങ്ക് ഓഫ് സച്ച് എ ഗേൾ who does all domestic work without having proper food, clothing, etc. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുക. കാരണം വീട്ടിലെ കംപ്ലീറ്റ് ജോലി ചെയ്യണം, മര്യാദക്ക് ഭക്ഷണം കൊടുക്കില്ല, അതുപോലെ തന്നെ മര്യാദക്ക് വസ്ത്രമില്ല, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോറി വായിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു, അവിടെ ഒരു സ്റ്റെപ്പ് മദറിൻ്റെ ടോർച്ചറിങ് ആയിരുന്നു പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതുപോലത്തെ ഒരു സ്റ്റോറിയാണ് ഇത്, ദ സിൻഡർ ഗേൾ എന്ന് പറയുന്ന ഈ സ്റ്റോറി. സിൻഡർ ഗേൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? വാട്ട് ഈസ് മീൻ ബൈ സിൻഡർ? സിൻഡർ എന്ന് പറഞ്ഞാൽ ശരിക്ക് കേട്ടിട്ടുണ്ടോ? സിൻഡർ എന്ന് പറഞ്ഞാൽ ചാരം, ചാരം, പുക, വെണ്ണൂറ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അതാണ് സിൻഡർ എന്ന് പറയുന്നത് കേട്ടോ. ചാരം എന്നർത്ഥം, വെണ്ണീർ അല്ലേ? അപ്പോൾ സിൻഡർ ഗേളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിൻഡർ ഗേളിനെ കുറിച്ചുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി നോക്കാം. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ റിച്ച് മാൻ who lived happily with his wife and daughter. One day his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you. I will look upon you from heaven and will be with you." എന്താ പറയുന്നത്? വൺസ് അപ്പോൺ എ ടൈം. ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ തുടങ്ങുക? വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദർ വാസ് എ റിച്ച് മാൻ ഹൂ ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. അവിടെ ഒരു സന്തോഷവാനായിട്ട് ഒരു റിച്ച് മാൻ, ധനികനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഭാര്യയുടെയും മകളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. വൺ ഡേ, അങ്ങനെ ഒരു ദിവസം, ഹിസ് വൈഫ് ഫെൽ സിക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിക്കായി. സിക്ക്, വാട്ട് ഈസ് മീൻ ബൈ സിക്ക്? സിക്ക് എന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ചു. വെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ഹെർ എൻഡ് വാസ് ഡ്രോയിങ് നിയർ, അപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം അവളുടെ അവസാനം അടുത്തിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ അടുത്തിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഷീ കോൾഡ് ഹെർ ഓൺലി ഡോട്ടർ നിയർ ഹെർ ആൻഡ് സെഡ്, അവരുടെ ഒരേ ഒരു മകളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവർ പറയാണ്, ഡിയർ ചൈൽഡ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ബി ഗുഡ് ആൻഡ് പയസ്, നീ നന്നായിരിക്കണം, എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം. ആൻഡ് പയസ്, എന്താ പയസ് എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസമുള്ളവനായിരിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. കാരണം എന്താ? ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു, ദൈവം നിന്നെ തീർച്ചയായിട്ടും സംരക്ഷിക്കും, എപ്പോഴും ദൈവം നിന്നെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ, ഇതൊക്കെ ഞാൻ സ്വർഗത്തിൽ നിന്ന് കാണും, നിന്നെ എപ്പോഴും ഞാൻ സ്വർഗത്തിൽ നിന്ന് കാണും. ആൻഡ് വിൽ ബി വിത്ത് യു, ഏത് സമയവും ഞാൻ നിന്നോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈ മദർ ഗിവ് ഹെർ ഡോട്ടർ? എന്ത് ഉപദേശമാണ് മരിക്കാൻ പോകുന്ന അമ്മ ആ കുട്ടിക്ക് കൊടുത്തത്? നിങ്ങൾക്കറിയാം എന്ത് ഉപദേശമാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്? യെസ്, ദ ഡൈയിങ് മദർ അഡ്വൈസ്ഡ് ഹെർ ഡോട്ടർ ടു ബി ഗുഡ് ആൻഡ് പയസ്. അതാണ് ഒരൊറ്റ ഉപദേശം, ടു ബി ഗുഡ് ആൻഡ് പയസ്, സോ ദാറ്റ് God would always take care of her, and mother is told her that she will look upon her from heaven. അല്ലേ? സ്വർഗത്തിൽ നിന്ന് അവളെ എപ്പോഴും നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്വൈസ് ആയിട്ട് അമ്മ കൊടുക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കിയേ, എന്താണ് അടുത്ത പേജിൽ? ബാക്കി നോക്കാം. ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ, പിന്നെ അവളെ എന്നേക്കുമായിട്ട് അവരുടെ കണ്ണുകൾ അടച്ചു. ദ മെയ്ഡൻ വെൻറ്റ് വെരി ഡൈ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ്. അങ്ങനെ ആ മെയ്ഡൻ എന്ന് പറഞ്ഞാൽ കന്യക, അതായത് ആ പെൺകുട്ടിയുടെ ഈ ദിവസം അമ്മയുടെ ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ കുഴിമാടം, അതായത് ശവക്കല്ലറ. ആ കല്ലറയിൽ പോകും. ആൻഡ് വെപ്റ്റ്, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് റിമൈൻഡഡ് പയസ് ആൻഡ് ഗുഡ്, എന്നിട്ട് അമ്മ ഓർമ്മിപ്പിച്ച ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ അവർ ഓർത്തുകൊണ്ടേയിരിക്കും. വെൻ വിൻ്റർ കെയിം, അങ്ങനെ മഞ്ഞുകാലം വന്നപ്പോൾ, ദ സ്നോ കവേർഡ് ദി
ഗ്രേവ്. അവിടെ മഞ്ഞാകെ മൂടപ്പെട്ട് കിടക്കായിരുന്നു. ആ കുഴിമാടത്തിൽ അല്ലെങ്കിൽ ശവക്കല്ലറയിലാകെ മഞ്ഞ് മൂടപ്പെട്ട് വിത്ത് എ വൈറ്റ് കവറിങ് ഇറ്റ്. അതിൻ്റെ മേലെ ഒരു വെള്ള കവറിങ് പോലെ ആയിരുന്നു. ദെൻ ദ സൺ കെയിം ഇൻ ടു ദ ഏർലി സ്പ്രിങ്. അങ്ങനെ വസന്തകാലത്തോടടുത്ത് തന്നെ എന്ത് ചെയ്തു, സൂര്യൻ ഉദിച്ചു. പിന്നെ ആൻഡ് മെൽറ്റഡ് എവേ ഇറ്റ് സൂൺ. ആ മഞ്ഞൊക്കെ ഉരുകിപ്പോയി. സൂൺ സിൻഡ്രല്ല ഫാദർ മാരീഡ് അഗെയിൻ. അങ്ങനെ സിൻഡ്രല്ലയുടെ ഫാദർ വീണ്ടും ഒരു കല്യാണം കഴിച്ചു. ദ ന്യൂ വൈഫ് വാസ് പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ആ പുതിയ ഭാര്യ എങ്ങനെയായിരുന്നു? അഹങ്കാരിയായിരുന്നു. ആൻഡ് അൺകൈൻഡാണ്. അൺകൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദയയില്ലാത്തവളായിരുന്നു. കൈൻഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അൺകൈൻഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ദ ന്യൂ വൈഫ് ബ്രോട്ട് ഹെർ 2 daughters along with her. അങ്ങനെ രണ്ടാമത്തെ ഭാര്യ, പുതിയ ഭാര്യ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അവരൊറ്റയ്ക്കല്ല വന്നിരുന്നത്, അവരുടെ കൂടെ വേറെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. ദോ ദേ വേർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്. അവർ നല്ല ഭംഗിയുള്ളവരാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, സുന്ദരികളാണ്. അറ്റ് ഹേർട്ട്. പക്ഷേ ഹൃദയമാണെങ്കിലോ ദേ വേർ വിക്കഡ് ആൻഡ് അഗ്ലി. നല്ല മോശമായതും വൃത്തികെട്ടതുമായിട്ടുള്ള ഹൃദയമായിരുന്നു. വിക്കഡ് എന്നാൽ മോശമായ കേട്ടോ. ആൻഡ് ദെൻ ബിഗാൻ ദി ഇവിൽ ടൈംസ് ഫോർ പുവർ ഗേൾ. പിന്നീട് അങ്ങോട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് മോശം സമയം മാത്രമായിരുന്നു. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രീച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ്. ദേ ആസ്ക്ഡ് ദേ, അവരെപ്പോഴും ചോദിക്കും ഈ സ്റ്റുപ്പിഡ് ക്രീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിഡ്ഢിയായ ജീവി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ സ്ത്രീ എന്ന് പോലും പറയുന്നില്ല, മനുഷ്യക്കുട്ടി എന്ന് പോലും പറയുന്നില്ല. അവർ സ്റ്റുപ്പിഡ് ക്രീച്ചർ എന്നാണ് പറഞ്ഞത്. ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. ഈ ഒരേ റൂമിൽ നമ്മളെ കൂടെ തന്നെയാണോ ഇരിക്കുന്നത്? അവരിടക്കിടക്ക് ചോദിക്കാണ്ടോ. ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ആരൊക്കെയാണ്? ദോസ് ഹൂ ഈറ്റ് ഫുഡ്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരൊക്കെയാണോ അവരിവിടുത്തെ ഫുഡും അല്ല അവർ എന്ത് ചെയ്യണം? ഭക്ഷണത്തിന് പണം സമ്പാദിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. പക്ഷെ അവളൊന്നും ആയിരുന്നില്ല ആ വീട്ടിൽ. അപ്പോൾ പകരം എങ്ങനെയായിരുന്നു? ഒരു കിച്ചൺ മെയ്ഡായിരുന്നു. കിച്ചൺ മെയ്ഡ് കിച്ചണിലെ വേലക്കാരിയായിരുന്നു. ദേ ടുക്ക് എവേ ഹെർ പ്രെറ്റി ഡ്രസ്സസ് ആൻഡ് ഫോഴ്സ്ഡ് ഹെർ ടു പുട്ട് ഓൺ എ ഓൾഡ് അഗ്ലി ഗ്രേ വൺ. അങ്ങനെ അവളുടെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇവർ വാരി വലിച്ചിട്ടു. എന്നിട്ട് അവളുടെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ അവളോട് ഊരിയെടുക്കാൻ പറയാണ്. പ്രെറ്റി ഡ്രസ്സ് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അവർ പോസ്ഡ് ഹെർ ടു പുട്ട് ഓൺ. എന്നിട്ട് അവളോട് ധരിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഓൾഡ് ആൻഡ് ഗ്രേ വൺ. പഴയതും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ളത് ഗ്രേ നിരച്ചതൊക്കെയാണ് ഇടാൻ പറയുന്നത്. ദേ ഓൾസോ ഗേവ് ഹെർ വുഡൻ ഷൂസ് ടു വെയർ. അതുപോലെ തന്നെ ധരിക്കാനുള്ള ഷൂ എങ്ങനെയാണ്? മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷൂ ആണ് അവർക്ക് ധരിക്കാൻ കൊടുത്തിരുന്നത്. ദ സ്റ്റെപ്പ് മദർ ലോഫ്ഡ് അറ്റ് ഹെർ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സാണ് കേട്ടോ. ആ സ്റ്റെപ്പ് മദറിൻ്റെ മക്കളുടെ പേര്, മക്കളെ പറയുന്നതാണ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അപ്പോൾ വളർത്തമ്മയുടെ സഹോദരികൾ. അവരെപ്പോഴും ലോഫ്ഡ് അറ്റ്, അവളെ പരിഹസിക്കും. ആൻഡ് സെൻഡ് ഹെർ ടു ദ കിച്ചൺ. എന്നിട്ട് അടുക്കളയിലേക്ക് പറഞ്ഞയക്കും. ദസ് ഷി വാസ് മെയ്ഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. അപ്പോൾ അവൾ അത്രമാത്രം പീഡനമാണ് അവിടെ അനുഭവിച്ചിരുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അവൾക്ക് കംപ്ലീറ്റ് പണിയായിരുന്നു. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നേരത്തെ എഴുന്നേൽക്കണം. ഡ്രോ വാട്ടർ, വെള്ളം കോരണം. ആൻഡ് മേക്ക് ദ ഫയർ, അടുപ്പ് കത്തിക്കണം, അതായത് തീ കൂട്ടുക കേട്ടോ. ആൻഡ് കുക്ക് ആൻഡ് വാഷ്, അവൾക്ക് പാചകം ചെയ്യണം, അലക്കണം, ഇത്രയും പണികളൊക്കെ അവൾക്കുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ്, വൈകുന്നേരമായപ്പോഴേക്കും ഷി വാസ് ക്വൈറ്റ് ടയേർഡ്. അവൾ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്, അങ്ങനെ ഒരു പകലത്തെ കംപ്ലീറ്റ് ഹാർഡ് വർക്കും കഴിഞ്ഞതല്ലേ. ആസ് ഷി ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ. അവൾക്കാണെങ്കിൽ കിടക്കാൻ കിടക്കയൊന്നും ഉണ്ടായിരുന്നില്ല. ഷി ഹാഡ് ടു റെസ്റ്റ് അപ്പോൺ. എവിടെയാണ് അവൾ കിടന്നിരുന്നത്? ഹേർത്തിലാണ് കിടന്നത്. ഹേർത്ത് എന്ന് പറഞ്ഞാൽ തീച്ചൂള, അതായത് അടുപ്പ് പിന്നെ കത്തിക്കുന്ന ഭാഗം, അവിടെയാണ് കിടന്നത്. എമംഗ് ദ സിൻഡേഴ്സ്. സിൻഡേഴ്സ് എന്ന ചാരത്തിനൊപ്പമാണ്, ചാരത്തിൻ്റെ ഇടയിലാണ് അവൾ കിടന്നിരുന്നത്. ഷി ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡർട്ടി. എപ്പോഴും അവൾ എങ്ങനെയാണ്? ആകെ പുകപടലങ്ങൾ നിറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ വൃത്തികെട്ട രൂപത്തിലുമാണ് കണ്ടിരുന്നത്. ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. അങ്ങനെ ആ ചാരത്തിനുള്ളിൽ അവൾ കിടന്നുറങ്ങുന്നത് കാരണം അവൾക്ക് എന്ത് പേര് വന്നു? ദേ നെയ്മഡ് ഹെർ സിൻഡ്രല്ല. ആ കുട്ടികളാണ്, അതായത് സ്റ്റെപ്പ് സിസ്റ്റേഴ്സാണ് അവൾക്ക് എന്ത് പേരിട്ടത്? സിൻഡ്രല്ല എന്ന പേര് വിളിച്ചത്. ഇനി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. വാട്ട് ഹാപ്പൻ ടു ദി മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഹാപ്പൻ ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? എന്താണ് മഞ്ഞുകാലം വരുന്ന സമയത്ത് അമ്മയുടെ കുഴിമാടത്തിന് സംഭവിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ട് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. വെൻ വിൻ്റേഴ്സ് കെയിം ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് വൈറ്റ് കവറിങ്, അല്ലേ? അതാണ് അതിൻ്റെ ആൻസർ. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സിൻഡ്രല്ല വാസ് ഇൽ ട്രീറ്റഡ് ബൈ ഹർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. വാട്ട് കുഡ് ബി ദ റീസൺ? സിൻഡ്രല്ല എപ്പോഴും അവരെ മോശമായിട്ടുള്ള ഒരു അവരുടെ സ്റ്റെപ്പ് മദറും അതുപോലെ തന്നെ
സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വളരെ മോശമായിട്ടാണ് അവരെ കണ്ടിരുന്നത്. എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിന് കാരണം? അത് നമുക്കറിയാൻ പറ്റും. എന്താ, അവർ സ്വന്തം മകളല്ലല്ലോ അല്ലേ. ആൻസറിലേക്ക് നോക്കാം. ദ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഇൽ ട്രീറ്റഡ് സിൻഡ്രല്ല ബിക്കോസ് ഷി വാസ് എ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ ആൻഡ് നോട്ട് ദെയർ ഓൺ ഡോട്ടർ ഓർ സിസ്റ്റർ. അതാണ്, സ്വന്തം മകളോ സ്വന്തം സഹോദരിയോ അല്ലാത്തത് കാരണമാണ് അങ്ങനെ ചെയ്തത്. ഓൾസോ ദ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെർ വിക്കഡ് ആൻഡ് അഗ്ലി അറ്റ് ഹാർട്ട്. പിന്നെ കൂടാതെ ആ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവരുടെ ഹൃദയം കൊണ്ട് എങ്ങനെയായിരുന്നു? അവരുടെ ഹൃദയം ആകെ മോശമായിരുന്നു, വൃത്തികെട്ടതായിരുന്നു അല്ലേ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഇസ് സിൻഡ്രല്ല കോൾഡ് സോ? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല അങ്ങനെ വിളിക്കാൻ കാരണം? സിൻഡ്രല്ലക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? അതിൻ്റെ ആൻസർ ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. കാരണം അവൾ കിടന്നുറങ്ങിയിരുന്നത് എമംഗ് ദി സിൻഡർ അല്ലേ. ആ സിൻഡർലക്ക് ഇടയിലാണ് ഇടയിലാണ് അവൾ കിടന്നുറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. സിൻഡ്രല്ല ഹാസ് നോ ബെഡ് ടു ലൈ അപ്പോൺ and she takes rest upon the hearth among the cinders. She always look dusty and dirty as she sleep in the cinders. That is why Cinderella is called so. മനസ്സിലായല്ലോ. ഇനി അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ലെറ്റേഴ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്നുള്ള ഒരു ഭാഗമുണ്ട്. നിങ്ങളെ പേജ് നമ്പർ 49 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 49 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Cinderella had to suffer because of the bad treatment from her stepmother and step sisters. Write briefly about her suffering and her reactions to it. അപ്പോൾ സിൻഡ്രല്ലയുടെ ആ കഷ്ടപ്പാട് അവരുടെ സ്റ്റെപ്പ് മദറും അതുപോലെ തന്നെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമുക്കറിയാം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിപ്പോർട്ട്, അതായത് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെർ വിക്കഡ്. അവരെക്കുറിച്ച് അറിയാലോ. അവർ വിക്കഡാണ്, അതായത് മോശം ഉള്ള ആൾക്കാരാണ്. ദേ ടുക്ക് away her pretty dresses and gave her old grey dress and wooden shoes to wear while they were beautiful dresses and shoes. ആദ്യത്തെ പീഡനം, അവൾ ധരിച്ചിരിക്കുന്ന നല്ല ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അവൾക്ക് പഴയതും അതുപോലെ തന്നെ കീറിയതുമായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കും. കൂടാതെ ചെരുപ്പാണെങ്കിലോ വുഡനായിട്ടുള്ള, അതായത് മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണ് കൊടുക്കുക. പിന്നെ ദേ മേഡ് ഹെർ കിച്ചൺ മേഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. രാവിലെ മുതൽ രാത്രി വരെ അവളെ കൊണ്ട് കിച്ചണിലെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, നേരത്തെ എഴുന്നേൽക്കണം, വെള്ളം കോരണം, മേക്ക് ഫയർ ഉണ്ടാക്കണം, അതുപോലെ തന്നെ കുക്ക് ആൻഡ് വാഷ് വൈൽ ദേ ഡി നോട്ട് നത്തിങ്. മറ്റുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇവളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും. പിന്നെ കൂടാതെ കിടന്നുറങ്ങിയിരുന്ന എവിടെയാണ്? ഓൺ ദ ഹെർത്ത് എമംഗ് ദി സിൻഡേഴ്സ് ആൻഡ് ഷീ ഹാഡ് നോ ബെഡ് ഉണ്ടായിരുന്നില്ല അവൾക്ക്. അതുപോലെ തന്നെ അവളെ കംപ്ലീറ്റ് പുക പടലങ്ങളോട് കൂടി വൃത്തികെട്ട രീതിയിലാണ് അവളെ കണ്ടിരുന്നത്. അഴുക്കോട് കൂടിയാണ് അവൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷീ ലൈക്ക് ടു ഗോ പാർട്ടീസ്. അവൾ പാർട്ടിക്കൊക്കെ പോകാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അതൊന്നും ഇവരെ അനുവദിച്ചിരുന്നില്ല. ആൻഡ് സിൻഡ്രല്ല ഫെൽറ്റ് സാഡ് ആൻഡ് ക്രൈഡ്. ഇതൊക്കെ ആലോചിച്ച് സിൻഡ്രല്ല ഇങ്ങനെ കരയും. ആൻഡ് തിങ്ക് ഇൻ ദാറ്റ് ഇഫ് എ മദർ വാസ് അലൈവ്. അവൾ ചിന്തിക്കുന്ന കാര്യമാണ്, അവളുടെ അമ്മ എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. ഷീ വുഡ് നോട്ട് ഹാവ് ടു അണ്ടർഗോ വിത്ത് ദിസ് ബാഡ് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി നിങ്ങൾ എഴുതിയേക്കുക. ഓക്കെ, വി ആർ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു.